പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുണ്യനാമം മഹിമപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ചെറിയൊരു ചിന്തയുമായി, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്തയുമായി നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. വളരെ പ്രാർത്ഥനയോടും വലിയ വിശ്വാസത്തോടു കൂടെ ഈ തിരുവചന ഭാഗങ്ങൾ നാം സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ തിരുവചന ഭാഗത്തേക്ക് ചില നിമിഷങ്ങൾ എടുത്തു വരാം. ഞാൻ നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ പരിപാലിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്ന ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. വേദപുസ്തകത്തിൽ പരിപാലനം ഒത്തിരി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പരിപാലനം പതിനായിരക്കണക്കിന് വിഷയങ്ങളെടുത്ത് നാം ചിന്തിച്ചാലും തീരാത്തതിനപ്പുറത്ത് ദൈവിക പരിപാലനം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ പരിപാലിച്ച പരിപാലന വിധങ്ങളെ ചിന്തിച്ചാൽ, എത്ര ചിന്തിച്ചാലും നമുക്ക് മതി വരാത്തത്തോളം ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചവരാണ് നാം. ഇന്ന് നമ്മുടെ കേരളം മണ്ണ് കടന്നു പോകുന്നതും നമ്മൾക്കറിയാം. ചില ദിവസങ്ങളായി മഴയുടെ കെടുതിയും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുമായി പതിനായിരക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ടവർ ഭയത്തിലായിരിക്കുന്നു. അനവധി പേരുടെ ആയിരിക്കും ഒരു പുരുഷായി അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു. അങ്ങനെ വല്ലാത്തൊരു ഭീതിയിൽ കൂടെ കടന്നു പോകുന്നു. ഞാൻ ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ അനിച്ച സംഭവങ്ങൾ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ഉരുൾപൊട്ടലുകൾ, അപ്പോൾ തന്നെ മറ്റുള്ള അപകടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ജനം വല്ലാതെ ഭയകുലരായിത്തീരുന്നു. അവരുടെ സ്വന്തം പരിപാലനത്തിന് വേണ്ടി പല സുരക്ഷിതത്വം കണ്ടെത്തിയെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അത് മുഴുവനും തകിടം മറിഞ്ഞു പോകുമ്പോൾ, മാനുഷ്യ പരിപാലനങ്ങൾ ഒരു അമ്മയുടെയോ അപ്പൻ്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ രാജ്യത്തിൻ്റെയോ ഭരണാധികാരികളുടെയോ ഏതെല്ലാം പരിപാലനം നമുക്കുണ്ടെങ്കിലും അതൊക്കെ ക്ഷണികമാണെന്ന് പ്രകൃതി നമ്മെ വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്ന് നമുക്ക് ചിന്തിപ്പാനിടയാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സങ്കീർത്തന പുസ്തകം 33-ാം സങ്കീർത്തനം 18ഉം 19ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗങ്ങളാണ് ഇത്. നമുക്കറിയാം, നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരു പ്രവചന ശബ്ദമായി തന്നെ ഈ സങ്കീർത്തന ശബ്ദങ്ങൾ നമ്മെ വളരെ ശക്തമായി സ്വാധീനിക്കുകയാണ്. ഇവിടെ ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്ന വിധം, സങ്കീർത്തനം 33-ന്റെ 18ഉം 19-ൽ അതിലൊരു പദം ഞാനിങ്ങനെ എടുക്കുകയാണ്: അവന്റെ കണ്ണുകൾ നിന്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി, അവന്റെ കണ്ണുകൾ നമ്മുടെ മേൽ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണുകൾ, ദൃഷ്ടികൾ നമ്മുടെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മെ മറ്റൊരു കണ്ണുകൾക്ക് നമ്മെ അപകരിക്കാൻ കഴിയത്തില്ല. മറ്റൊരു അപകടങ്ങൾക്ക്, മറ്റൊരു ദൃഷ്ടിക്ക് നമ്മളെ മേൽ നോട്ടമിട്ട് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കുകയാണ്. അത് നമ്മൾ നോക്കുന്ന കണ്ണല്ല, അത് നമ്മളെ വീക്ഷിക്കുന്നതല്ല. അവിടെ ദൈവത്തിന്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുകയാണ്. പക്ഷേ എനിക്കത് വിവരണത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ ഇന്ന് പകലത് വിവരണത്തിലേക്ക് പോകുവാൻ നമുക്ക് പരിമിതമായിരിക്കുന്ന സമയത്തിനുള്ളിൽ വേണം ഞാൻ ഈ സന്ദേശം നിങ്ങളുമായി കൈമാറാൻ. ദൈവത്തിന്റെ കുഞ്ഞെ, അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ കണ്ണ് ആമേ നമ്മുടെ മേൽ ഇരിക്കുകയാണ്. നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെ മേലും നമ്മുടെ പ്രാണന്റെ മേലും ഇരിക്കുന്നത് നമ്മുടെ യേശു കർത്താവിന് ഉടയവനായ ദൈവത്തിന്റെ കണ്ണുകളാണ്. ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം മറ്റ് ഏത് ദൃഷ്ടികൾ, ഏത് പ്രതികൂലങ്ങൾ, ഏത് കാലാവസ്ഥകൾ, ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മളെ വിഴുങ്ങാൻ കടന്നു വന്നാലും ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭയപ്പെടാം. നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞുണ്ട്, പിച്ചും വെച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്.
ആ കുഞ്ഞ് സ്തോത്രം നടക്കുവാൻ അവന് പ്രാപ്തിയായിട്ടില്ല. എങ്കിലും അവൻ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ പിച്ചു വെച്ച് നടക്കുമ്പോൾ അവന് ഭയമില്ല, അവൻ വീഴുമെന്ന് അവന് ഭയമില്ല. കാരണം എന്താ? അവൻ പിച്ചു വെച്ച് നടക്കുമ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾ അവരുടെ കരങ്ങളുമായിട്ട് അവന് പരിപാലകരായിട്ട് അരികിലുണ്ട്. അവൻ വീഴുവാൻ തുടങ്ങുമ്പോഴേ ഈ കരങ്ങൾ, ആമേൻ, നമ്മുടെ കരങ്ങൾ അവനെ താങ്ങിയെടുക്കും. അതുകൊണ്ട് അവന് പരിപാലനം ദൈവം അവൻ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അപകടങ്ങൾ മുമ്പിലുണ്ടെങ്കിലും അവൻ അതിനെക്കുറിച്ച് ഭയമില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഉടയവനായ, നമ്മുടെ സിട്ടാവായ ദൈവത്തിന്റെ പരിപാലനം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വെല്ലുവിളികൾ വന്നാലും ദൈവ പൈതലെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ ജീവന്റെ ഉടയവൻ, നമ്മുടെ പ്രാണന്റെ ഉടയവൻ നമ്മളെക്കുറിച്ച് മുഴുവനും ഉള്ളതുപോലെ ജനനം മുതൽ മരണം വരെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ പരിപാലനം ഇന്ന് പകൽ നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തെ സ്തോത്ര. യഹോവയുടെ കണ്ണ് തന്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതേ സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ 34-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവന്റെ ചെവികൾ നിനക്കായി തുറന്നിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3:11-12 നമുക്ക് കാണാം. അവന്റെ ചെവികൾ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു ചെവികളാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തില് കുഞ്ഞുങ്ങളുടെ നിലവിളി, കുഞ്ഞുങ്ങളുടെ ആയിരിക്കുന്ന കഷ്ടതയുടെ അല്ലെങ്കിൽ അവരുടെ അരാജകത്തിൽ, അവരുടെ അപകടത്തിന്റെ നിലവിളികൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ പല മാതാപിതാക്കൾക്കും ശ്രദ്ധിക്കാൻ കഴിയാതെ അവരവരുടെ വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം ഒരു കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് അതിൻ്റെ ആയിരിക്കുന്ന വ്യഗ്രതയിൽ കൂടി ലോക ജനതകൾ വിരഞ്ഞോടുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ നമുക്കറിയാം വലിയ അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു അപകടം നിങ്ങൾ കണ്ടു കാണും, മാധ്യമങ്ങൾ കണ്ടു കാണും. ഒരു വെല്ലുമിച്ച് കയ്യിൽ പിടിച്ച ഒരു കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുകയാണ്. സ്തോത്രമല്ലേ. ആ കയ്യെ പിടിച്ചു കടന്നു പോകുമ്പോൾ ആ മാതാവിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് പിടിവിട്ടിട്ട് റോഡിലേക്ക് ഓടുന്ന ഒരു കാഴ്ച. ദൈവവൈദ്യരെ, പലപ്പോഴും നമ്മൾ ഏതെല്ലാം നിലവാരങ്ങൾ നമ്മൾ പരിപാലനം കൊടുക്കുക എന്ന് പറയാൻ നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, സ്തോത്രമല്ലോ, മാതാപിതാക്കളുടെ കൂടെ കിടന്നുറങ്ങിയ പെൺകുഞ്ഞിനെ സ്തോത്രമല്ലേ ലോകത്തിന്റെ കസ്മൽമാർ പൊക്കിയെടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ എന്തിനേറെ പറഞ്ഞു, എവിടെയും ഒരു സുരക്ഷിതമില്ല, ആരുടെയും ഒരു നിലവിളി ആർക്കും കേട്ട് വേണ്ടുപോലെ സംരക്ഷണം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നാം സ്തോത്രമല്ലേലിയ തിമായിയുടെ മകനെ ബെത്രോമെ നമുക്കറിയാം, അവന്റെ നിലവിളി ആരും കേൾക്കാതിരുന്നപ്പോൾ, ആർക്കും അത് തിരിച്ചറിയാൻ കഴിയാതിരുന്ന നാളുകൾ, പലരും കേട്ടെങ്കിലും പല കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇവന്റെ ഉള്ളറിലെ വേദനയുള്ള നിലവിളി കേൾക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഒരിക്കൽ അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. ആ ശബ്ദത്തിന്റെ മുമ്പിൽ തിരിഞ്ഞു നിന്നിട്ട് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ശ്രദ്ധിച്ചിട്ട് തന്നെ വിളിച്ചവനാരാ, അവനെ കൂട്ടിക്കൊണ്ട് വരികയും അരുളിച്ചതവൻ. ഇന്ന് പകൽ ആരും നിന്നെ വിളിക്കാം, നീ കരയുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ ഇല്ലാതിരിക്കുമ്പോൾ, ആരും നിന്നെ കൂട്ടുവാൻ വരാനില്ലാതിരിക്കുമ്പോൾ, ആരും നിന്റെ അടുത്ത് സ്തോത്രം സഹായമായി വരാനില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം ഒരുവൻ നിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അവന് മുൻപോട്ട് പുരുഷാരം എത്ര ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ആ കരച്ചിലിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിന് പരിഹാരം വരുത്തിയിട്ട് ഈ നല്ല കർത്താവ് മുൻപോട്ട് പോകത്തുള്ളൂ. കുഞ്ഞെ, നീ കരയുന്ന വിഷയത്തിൽ, നീ വിതുമ്പുന്ന വിഷയത്തിൽ, നീ വേദനിക്കുന്ന വിഷയത്തിൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ, നിന്നെ വല്ലാതെ മാനസികമായി അലട്ടുന്ന വിഷയമാകട്ടെ, സാമ്പത്തികമായി നിന്നെ ഞെരുക്കുന്ന വിഷയമാകട്ടെ, കുടുംബത്തിന്റെ അന്തരീക്ഷമാകട്ടെ, ജോലി സംബന്ധമായ വിഷയമാകട്ടെ, തൊഴിൽ സംബന്ധമായ വിഷയമാകട്ടെ, ബിസിനസ് സംബന്ധമായ വിഷയമാകട്ടെ, നിന്റെ ഉപജീവനത്തിൽ നീ തിരഞ്ഞെടുത്ത വഴികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാകട്ടെ, ഇന്ന് പകൽ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, നിന്നെ സ്നേഹിക്കുന്നവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത, മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നിനക്ക് വേണ്ടി പരിഹരിപ്പാൻ ഒരുവൻ നിന്റെ നിലവിളി കേൾക്കുവാൻ അവന്റെ ചെവികൾ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതേ സങ്കീർത്തന പുസ്തകം 83-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമായിരിക്കുമ്പോൾ അവന്റെ ഭുജം നിന്നെ ചുറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ കൈകൾ നമുക്കെപ്പോഴും സംരക്ഷണമാണ്, നമുക്കെപ്പോഴും പരിപാലനമാണ്. 34-ാം സംഗീതം 7-ാം വാക്യമൊക്കെ അതേ വളരെ ശക്തമായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന പദങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എസ്രായുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, അവന്റെ കൈ നിനക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കൈയാണ്. ദൈവത്തിന്റെ കൈകൾ അനുകൂലമായിരിക്കുകയാണ്. ദൈവത്തിന്റെ കൈ അനുകൂലമായിരുന്നാൽ സ്തോത്രം, രാജാവിന്റെ കൈ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ നേരെ അനുഗ്രഹത്തിനായി ചെങ്കോലുമായി നീട്ടുവാൻ ദൈവം ഉത്തരവ് കൊടുക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പ്രതികൂലങ്ങളുടെ
നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്നുണ്ട്. ആ കരത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ നിങ്ങളായിരിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രമല്ലേലിയ. അവന്റെ വായ് നിന്നോട് സംസാരിക്കും. സങ്കീർത്തന പുസ്തകം 119 സങ്കീർത്തനം 25 വാക്യവും ആവർത്തന പുസ്തകം 8 അധ്യായം 3 വാക്യം പഠിക്കുമ്പോൾ അവന്റെ വായ് നമ്മോട് സംസാരിക്കും. ആരും നമ്മോട് സംസാരിക്കാൻ ഇല്ലാരും, ആരും നമ്മോട് സംസാരിക്കാൻ മനസ്സ് വെക്കാതിരിക്കുമ്പോൾ, ആരും നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടം തോന്നാതിരിക്കുമ്പോൾ, നമ്മുടെ ആരെങ്കിലും ഒരു ആശ്വാസം കേൾക്കാ കൊള്ളാമെന്ന് നീ വെമ്പൽ കൊള്ളുമ്പോൾ, കൊതിക്കുന്ന ചില സമയങ്ങൾ നമുക്കറിയാം. ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും എനിക്കൊരു ഹൃദയത്തിന്റെ അകത്തൊരു ബലം നൽകി തരുന്നു, അല്ലെങ്കിൽ ഒരു ശക്തി വരുന്ന ഒരു പദം പറഞ്ഞാൽ കൊള്ളാമല്ലോ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ ഒരു നമ്മോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന നാഥന്റെ ശബ്ദം ഇന്ന് പകൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശക്തമായി തന്നെ ഇന്ന് ആ ദൈവശബ്ദം നിങ്ങളുടെ കാതിൽ വീഴുമ്പോൾ ആ സാന്നിധ്യത്തെ ആത്മാവിൽ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കാലുകൾ നിന്റെ ശത്രുക്കളെ തകർക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം 25 വാക്യം വായിക്കുമ്പോൾ അവന്റെ കാലുകൾ നിന്റെ ശത്രുക്കൾക്ക് പ്രതികൂലമായി തകർത്ത് കളയും. ദൈവത്തിന്റെ കാൽ പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ മുഴുവലത്തെ ചവിട്ടി മതിക്കുവാൻ അധികാരമുള്ള ഒരു കർത്താവ്. അവന്റെ കാലുകൾ സ്തോത്രം ശത്രുക്കളെ തകർത്ത് കളയും. നമുക്ക് കഴിയാത്തത്, നമുക്ക് യാത്ര ചെയ്യാൻ അനുവാദം തരാത്തത്, നമ്മുടെ വഴികളിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ, കുടുംബ വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, കുഞ്ഞുങ്ങളുടെ പരമാകെ ഏത് വിഷയത്തിനു മുമ്പിൽ നമ്മളെ മുൻപോട്ട് ഇഷ്ടപ്പെടുത്തി വയ്ക്കാൻ കഴിയാതെ നമ്മെ വല്ലാതെ അലട്ടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ കാലുകൾ നമ്മുടെ ശത്രുക്കളെ തകർത്ത് കളയും. ദൈവത്തിന് സ്തോത്രം. അതെ, അവന്റെ വിചാരങ്ങൾ നിനക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. 40 സങ്കീർത്തന 5 വാക്യം 1 പത്രോസ് 5:7 വായിക്കുമ്പോഴും കാണാൻ കഴിയും. അവന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ നമുക്ക് വേണ്ടിയുള്ള വിചാരമാണ്. അപ്പനമ്മ എത്ര വിചാരിച്ചാലും, മാതാപിതാക്കളെ നാം എത്ര വിചാരിച്ചാലും, കുഞ്ഞുങ്ങൾ നമ്മൾ ഏതെല്ലാം നിലവാരം വിചാരം നടത്തിയാലും അതെല്ലാം പരാജയപ്പെടുമ്പോൾ ദൈവത്തിന്റെ വിചാരം, ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം എത്ര ശ്രേഷ്ഠമാണ്. അവന്റെ കാൽവറി മരണം, അവന്റെ അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ ആയിരിക്കുന്ന പ്രത്യാശയുടെ വാക്കുകള്, അവൻ ഇനിയും നമ്മെ ചേർക്കാമെന്നുള്ള ദൈവശബ്ദം എത്ര വലിയ വിചാരമാണ്. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ മഹത്വത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലഘു സന്ദേശം സ്തോത്രയുടെ അവസാനം കുറിക്കുകയാണ്. ഈ ലഘു സന്ദേശ വചനങ്ങൾ നിങ്ങളുടെ ജീവിതം എന്നെ കേൾക്കുന്ന എന്റെ കേൾവിക്കാരാ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിടുതലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥനയോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ സർവകൃപാലുവാദ്യം നിങ്ങൾ അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ടുകളും, നിങ്ങളുടെ ആയിരിക്കുന്ന പ്രാർത്ഥനാ സപ്പോർട്ടുകൾ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു ദൈവജനം നിങ്ങളുടെ പുറകിലുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോട് മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.